പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനൊരുങ്ങി ആർളം സർവീസ് സഹകരണ ബാങ്ക്. മലയോര മേഖലയിലെ പ്രധാന ധനകാര്യ സ്ഥാപനമായ ആർളം സർവീസ് സഹകരണ ബാങ്ക് 75 വർഷം പൂർത്തീകരിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന ബൃഹത്തായ പദ്ധതികളാണ് ബാങ്ക് ഭരണസമിതി ആവിഷ്കരിച്ചിട്ടുള്ളത്. 1951 ഐക്യനാണയ സഹകരണ സംഘമായി പ്രവർത്തനം ആരംഭിച്ച ആർളം സർവീസ് സഹകരണ ബാങ്ക് പടിപടിയായി ഉയർന്ന് മലയോര മേഖലയിലെ പ്രധാന ധനകാര്യ സ്ഥാപനമായി മാറുകയായിരുന്നു. കാർഷിക മേഖലയിൽ ആർളം പഞ്ചായത്തിനെ കരകയറ്റുന്നതിനായി നിസ്വാർത്ഥ സേവനമാണ് സർവീസ് സഹകരണ ബാങ്ക് കാഴ്ചവെച്ചത്. കോടിക്കണക്കിന് രൂപ കാർഷിക വായ്പ നൽകി കർഷകരെ സഹായിക്കുകയും കാർഷികേതര ലോൺ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട്. ആർളം ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം വിവിധ പദ്ധതികൾ ബാങ്ക് ഭരണസമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ചെടിക്കുളം, വെളിമാനം, ആർളം, പൂതക്കുണ്ട് എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളും കീഴ്പള്ളിയിൽ ഹെഡ് ഓഫീസുമായി പ്രവർത്തിക്കുന്നു. 2025 മാർച്ച് മാസം മുതൽ 2026 മാർച്ച് മാസം വരെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ആവിഷ്കരിച്ചത്. പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായി സംഘാടക സമിതി രൂപീകരിച്ചു. എടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NT റോസമ്മ അധ്യക്ഷയായി. ഡയറക്ടർ വർഗീസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, വൈസ് പ്രസിഡന്റ് ജെസിമോൾ KJ, വിവിധ സംഘടനാ പ്രതിനിധികളായ KT ജോസ്, KK ജനാർദ്ദനൻ, മാത്തുക്കുട്ടി പന്തംപ്ലാക്കൽ, ജെയ്സൺ ജീരകശ്ശേരി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി വിൻസെന്റ് മാത്യു പരിപാടികൾ വിശദീകരിച്ചു. ഡയറക്ടർമാരായ ശങ്കർ സ്റ്റാലിൻ, ഇബ്രാഹിം മംഗലോടൻ, KN രാജീവൻ, T നിത്യ, രേഷ്മ അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പലിശക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് കൃഷിക്കാർക്കും സാധാരണ മനുഷ്യർക്കും വലിയ സഹായവും ആശ്വാസവുമായിട്ടാണ് നമ്മുടെ സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനം കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഈ സഹകരണ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാമുള്ള വലിയ ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നു. കേന്ദ്ര നിയമം അതിന്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ വരുത്തുക വലിയ ബുദ്ധിമുട്ടാണ്. കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി കേരളത്തിലെ സഹകരണ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ നീക്കങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. അതിലെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അനുദിനം നവീകരിക്കപ്പെട്ട് ആധുനികീകരിക്കപ്പെട്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒറ്റപ്പെട്ട ചില തെറ്റായ പ്രവണതകൾ പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുള്ളത് നല്ല ജാഗ്രതയോടുകൂടി നമ്മുടെ സമൂഹം കാണേണ്ടതാണ്. എവിടെയെങ്കിലും ഒന്ന് ഒറ്റപ്പെട്ട ചില വിഷയങ്ങളുണ്ടെന്ന് വിചാരിച്ച് എല്ലാം അങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. തെറ്റായ പ്രവണത വരുമ്പോൾ അതിനോട് സന്ധി ചെയ്യാതെ അതിനെ മുകളിലേക്ക് നുള്ളുന്നതിന് വേണ്ടി സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ മേഖല വിശ്വാസം ഉയർത്തിപ്പിടിച്ചു പോകാൻ സാധിക്കും. ആ നിലയ്ക്ക് തന്നെയാണ് നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോകുന്നത്. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി. എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.